ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന സിങ്ക് ചെയ്ത സിങ്ക് തന്നെയാണ്. അപ്പോൾ ഇതൊരു ചൈനീസാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം. ഇതിപ്പോൾ ഒരുപാട് പ്രഷറിലാണ് ഇപ്പോൾ വെള്ളം വരുന്നത്. അപ്പോൾ ഇതിന് പ്രഷർ പമ്പ് നിർബന്ധമാണ്. ലൈനിലെ ചെറിയ ബൂസ്റ്റർ പമ്പ് വെച്ച് കൊടുത്താൽ ഇതിനാവശ്യമുള്ള ഫോഴ്സ് കിട്ടുള്ളൂ. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്യൂരിഫയറിൻ്റെ ഒരു ടാപ്പും കൂടി ഒരു അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഒരു പ്യൂരിഫയർ ടാപ്പ്, പിന്നെ ഗ്ലാസ് കഴുകുന്ന ആ ഓപ്ഷൻ, ഇതൊക്കെ എല്ലാം ഇതിലുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിങ്കിലും. പിന്നെ സോപ്പ് ഡിസ്പെൻസർ ഇപ്പുറത്തെ സൈഡിൽ വന്നാൽ ഒരു സോപ്പ് ഡിസ്പെൻസർ ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ടും കോൾഡും കൂടി രണ്ട് മിക്സ് വരുന്നതാണ്. സൈഡിൽ കൂടെ റെയിൻ ഷവർ മാതിരി സൈഡിൽ നിന്ന് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ ഓപ്ഷനൊന്നും ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് പ്രഷർ ഇതിന് ഒരു 2 ബാറിൻ്റെ മേലേക്ക് പ്രഷർ വേണം. ഒരു 3 ബാർ പ്രഷർ ഉണ്ടെങ്കിലേ ഇതിൻ്റെ ആ പെർഫോമൻസ് ഉണ്ടാവുള്ളൂ. അതുണ്ടോ, അതിലൊക്കെ വളരെ നേരത്തെ ആ 1 ബാർ പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണുന്ന മാതിരിയുള്ള ആ പെർഫോമൻസ് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത് കിട്ടണമെങ്കിൽ ബൂസ്റ്റർ പമ്പ് ലൈനിൽ വെക്കണ സിംഗിൾ ചെറിയ ബൂസ്റ്റർ പമ്പുണ്ട്. വില്ലോയിലൊക്കെ വരുന്ന ഏകദേശം നല്ല ബ്രാൻഡഡൊക്കെ ആണെങ്കിൽ ഒരു ലൂബിയൊക്കെ ആണെങ്കിൽ ഒരു 7 രൂപ ആ റേഞ്ച് വരും. അതല്ലാത്തതാണെങ്കിൽ ഒരു 3000-3500 വരുന്ന ഒരു സാധനമുണ്ട്. അത് മേടിച്ച് വെക്കുക. പിന്നെ ഈ ഗ്ലാസ് കഴുകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല പ്രഷർ കിട്ടും പമ്പ് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു അടിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗൺ, ഒരു ഹണി കോമ്പ് ആ ഡിസൈനിലാണ് ഇതിൻ്റെ അടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 2-3 ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് പ്യൂരിഫയറിൻ്റെ ഞാൻ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്, ഒരു എക്സ്ട്രാ ഒരു ടാപ്പ് വരുന്നത്. പിന്നെ ഇത് ക്ലയൻറ്റ് അവസാനമാണ് ഇത് കൊണ്ടു തന്നത്, സിങ്ക് എടുത്തത്. അപ്പോൾ സിങ്കിന് നമ്മൾ ടാപ്പ് സാധാരണ തുളച്ചിടുന്ന പുറത്തേക്കാണ് തുളച്ചിട്ട് കൊണ്ടിരുന്നതിന്. അപ്പോൾ ഇത് വന്നപ്പോൾ പിന്നെ നമ്മൾ ആ ഹോൾ ഇപ്പോൾ അവിടെ കാലിയായി കിടക്കുകയാണ്. അപ്പോൾ ഇനി അതൊന്ന് അടക്കണം. അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.